السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. أعوذ بالله من الشيطان الرجيم. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ബഹുമാനിയായ സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, ഇവിടെ കുറെ ആളുകൾ ഫളുൽ ഹഖ് സുല്ലമി പ്രസംഗിച്ചു കഴിഞ്ഞു. കുറെ ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഇനിയും ഇവിടെ നടക്കാനിരിക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാനാണ്. ഇന്ന് തന്നെ വൈകുന്നേരം ഒരു ബാലുശ്ശേരിയിൽ ഒരു പരിപാടിയിലേക്ക് പോയി ഇവിടെ എത്തിപ്പെട്ടപ്പോ രണ്ടു വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാനിവിടെ കയറിയിരിക്കുന്നത്. ഈ വരുന്ന 13, 14 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു ഖുർആൻ സമ്മേളനത്തിന്റെ പ്രചരണമായിട്ടായിരുന്നു ഞാനും സഹോദരൻ അൻസാരിയും കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പ് ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയത്. ഒരു ഖുർആൻ സമ്മേളനം എന്ന് പറയുന്നത് ജനങ്ങളെ ഖുർആൻ പഠിക്കാൻ ഖുർആൻ ഓതുക. ഒന്നാമതായി രാവിലെയും സുബഹിക്കും വൈകുന്നേരമൊക്കെ ഖുർആൻ ഓതാനും അതിന്റെ അർത്ഥം കഴിയുന്നത്ര പഠിക്കാനുമുള്ള ഒരു പ്രചരണത്തിലേക്ക് പൊതുവെ ജനങ്ങളെ എത്തിക്കുക എന്നതാണ് ഈ ഖുർആൻ സമ്മേളനത്തിന്റെ ലക്ഷ്യം. നമ്മളിവിടെ ഈ കടലിക്കോടൊക്കെ എനിക്ക് ഒരു 10-15 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ ദീപുക റഹ്മഹുല്ലാ അല്ലാഹു മഗ്ഫിർ ലഹു അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഇവിടെ ചെറുപ്പകാലം മുതലേ എനിക്ക് ബന്ധമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ദീപുവാർ. അദ്ദേഹം ഇസ്ലാഹി പ്രവർത്തകനായി മാറിയപ്പോ ഇവിടെ ഈ മുമ്പിലുള്ള സാങ്ക് ഹോട്ടലിന്റെ ആ ഭാഗത്ത് അവിടെ ഒരു 2ാം തട്ടിന്റെ മുകളിൽ ഒരു ചെറിയ പീടിക മുറിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു 10-15 കൊല്ലമായി തോന്നുന്നുണ്ട് ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങി. മുജാഹിദ് പ്രസ്ഥാനം പലപ്പോഴും അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അതാണ് ഖുർആൻ സമ്മേളനം എന്ന് പറയുന്നത്. ഇനിങ്ങനെ തോന്നുന്നത് അന്ന് ദീപുവാക്കിയും കുറച്ചാൾ ഒരു 5-6 ആളുണ്ടാകും. ഞങ്ങളതിന്റെ മേലെ പോയി ഇശാമരിവിന്റെ ഇടയിൽ നടത്തും, ക്ലാസ് നടത്തും. ചിലപ്പോൾ ഇശാജമായത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് നമസ്കരിച്ച് ഞങ്ങൾ തിരിഞ്ഞു പോകും. അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്ന കുറേ കാലങ്ങൾ ആ ക്ലാസ് നിലനിന്നിട്ടും. അതുപോലെ തന്നെ കോട്ടക്കൽ 74 മുതൽ ആണെന്ന് തോന്നുന്നുണ്ട്. 74 മുതൽ നമ്മൾ ഖുർആൻ ക്ലാസ് അത് തുടർന്നു വന്നിരുന്നു. അപ്പൊ അതിനാണ് ഇപ്പോഴും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഈ ഖുർആൻ സമ്മേളനം എന്ന്. അപ്പൊ അന്ന് അങ്ങനെ ആലോചിക്കുന്നത് ദീപുവാക്കാന്റെ ക്ലാസ് ഉണ്ടായി അത് കേൾക്കാൻ വന്നിരുന്നവരും അതിൽ ഖുർആൻ പഠിക്കാൻ വന്നിരുന്നവരും ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുള്ള, ദീപുവാക്കാൻ മരിച്ചുപോയെങ്കിലും ജീവിച്ചിരിപ്പുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ട്. അത് ഈ തൗഹീദി പ്രബോധനവും ഈ കാര്യത്തിലും അവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിന്നും നമ്മളെ ഷഹീദായിരുന്നാലും അതുപോലെ ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളും ആ കൂട്ടത്തിലുണ്ടായിരുന്നവരൊക്കെ ഇന്നും ഇവിടുന്ന് ആരും തിരിച്ചുപോയി തൗഹീദിന്ന് പോവേ അല്ലെങ്കിൽ ജിന്നിനെ ആരാധിക്കാൻ നടക്കേ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ തർക്കങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാവാറ്. ആ ക്ലാസ് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആളുകൾ പല ആളും മുന്നോട്ട് വന്നു. പള്ളിയൊക്കെ വന്നതിന് ശേഷം സുബഹിസ്കാരത്തിന്റെ ശേഷം സുബഹിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് നടന്നു. അതിന് ഫൈസൽ മൗലവിയാ തോന്നാണ്. ഈ ഫൈസൽ മൗലവി ആയിരുന്നു പുതുപ്പറമ്പെന്ന് സുബഹിസ്കരിക്കാൻ പള്ളിയിൽ വരികയും ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. അപ്പൊ അന്ന് അങ്ങനെ വളർന്നു വന്ന, ഏത് ഭാഗത്തായിരുന്നാലും ഖുർആൻ ക്ലാസുകളും പഠനങ്ങളും ഇങ്ങനെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. പിന്നെ എങ്ങനെയാണ് ഇതിൽ ഇങ്ങനെയൊക്കെ കൂടി ഉണ്ടായപ്പോ ഇവിടെ നമ്മളെ ഹസ്ബു എന്ന് പറയുന്ന നമ്മളെ സഹോദര പ്രസംഗം നടത്തിയ സയ്യിദ് അബ്ദുള്ള അവന് പള്ളിയൊക്കെ വന്നു. ഒരുപാട് ഖുർആൻ ക്ലാസുകളും
അതുപോലെ ഖുത്ബകളൊക്കെ നടത്തി. പിന്നെ അവസാനം ഓ ഖുത്ബ പറഞ്ഞാൽ ഷഹീദാവുന്നാ പറഞ്ഞ. ആ ഖുത്ബ എങ്ങനെ മിമ്പർമുക്ക് കയറിയ ഷഹീദാവും. അതിന് മാത്രം ഒരു അപകടം എന്താ ഇവിടെ ഉണ്ടായത്? ഞങ്ങളറിയാലോ, ഞങ്ങളൊക്കെ ഈ നാട്ടുകാർക്ക് ഈ പരിസരത്തുള്ളവർക്കും അറിയാലോ. ഞങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോടും ജിന്നിനോടും പ്രാർത്ഥിക്കുന്നവരാ. അതിനുവേണ്ടിയാണോ നടക്കുന്നത്? ജനങ്ങളൊന്നും അറിയണ്ടേ? സാധാരണ ജനങ്ങളോടാണ് നമുക്ക് സംസാരിക്കാം. ഇത് ഇവിടെ ഇങ്ങനെ കുറെ പ്രചരണങ്ങളും മറ്റുള്ളവരുമായി എനിക്കറിയാം. ഈ പരിസര പ്രദേശത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ ഇല്ലാത്ത കാലത്ത് അത്തരം പ്രവർത്തനങ്ങളുമായി ആത്മാർത്ഥമായി സഹകരിച്ചിരുന്നവരൊക്കെ എപ്പോഴും, എല്ലാ പണ്ഡിതന്മാരും ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പുതിയതായി വന്ന കുറെ ആളുകള് അവരെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കൊന്നും ആവില്ല. ഓരോരുത്തരെയും അതുകൊണ്ട് നുള്ളിപ്പൊളിക്കുകയാണെങ്കിൽ സാധാരണ തലയിൽ മുണ്ടിട്ട് അടക്കേണ്ടി വരും. അതല്ല പറയുന്നു. ഇവിടെ ഈ തരത്തിലുള്ള ആ തുടങ്ങി വെച്ച ഇത്തരം പ്രവർത്തനങ്ങളിൽ അതൊരു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ ആരെയോ വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഓം ജിന്നിനെ ആരാധിക്കുന്നവനാ, മറ്റവൻ ശിർക്കാണ്, മറ്റവൻ അങ്ങനെയാണ്. ഇത് ഈ പറയിപ്പിക്കുന്നവരോടാണ്. ഈ പറയുന്ന ആളുകൾ കുറ്റവാളികളല്ല. സത്യത്തിൽ ഓല് ആര് പറഞ്ഞു കുളിപ്പിച്ചാലും പറയും. ഓരൊരു കച്ചവടക്കാരാണ്. അവർ കച്ചവടക്കാരാണ്. അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നത് പറയണമെന്ന് പറഞ്ഞാൽ അത് പറയും. അത് ഓൽക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി. അത് സ്ഥിരം അതിന്റെ തൊഴിലാളികളാണ്. എന്തിനാണ് ഇവിടെയുള്ള ഈ നേതാക്കന്മാര്, ശൈത്യമാര് അടക്കമുണ്ടല്ലോ ഇവിടെ, എന്തിനാ ഒരു കൂട്ടര് ഇല്ലാത്ത ഒരു കാര്യം 5 നേരം നമസ്കരിക്കുന്നത് ഈ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇവിടെയുള്ള ഈ അൻസാരിയും ഫൈസൽ മൗലവിയും ഈ സയ്യിദ് അബ്ദുള്ളയും ഞങ്ങളൊക്കെയാണ് ഇവിടെ ഈ പരിസരത്തുള്ളത്. ഞങ്ങളെ എവിടുന്നോ കൊണ്ടുവന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് ഈ ജിന്നിനെ ആരാധിക്കുന്നവരാണ്, മുഖം മിനുക്കുകയാണ്, ജിന്നൂരികളാണ്. ഇത് വാടക കൊണ്ടുവരുന്ന, ഇതിനു വേണ്ടി പണം ചെലവാക്കി കൊണ്ടുവരുന്ന നേതാക്കൾ ആലോചിക്കണ്ടേ? ഈ സമൂഹത്തിൽ ഞങ്ങൾക്കും വേണം ജീവിക്കാൻ, അത് ആലോചിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കല്ല, ഇവിടെ പ്രഭാഷകന്മാർ ധാരാളം വെച്ചു. എനിക്ക് അങ്ങനെ പ്രസംഗിക്കാനും കഴിയില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോ നമുക്കൊക്കെ വളരെ വേദന തോന്നുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ലാലി അഴ്മലു സാലിഹ് റബ്ബി ലൗല അഖർതനി ഇലാ അജ്ലിൻ കരീം. ഞാൻ നേതാക്കന്മാരോടാ പറഞ്ഞു, ഈ പറയാൻ നടക്കുന്ന വാടകക്കാരോടല്ല, അവർക്കത് കഴിയില്ല. അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അതൊക്കെ അവരുടെ ജീവിത രീതിയാണ്. ആ കുട്ടികൾക്ക് അതിന്റെ ഒരു പണിയാണ്. അത് വേറെ വിഷയമാണ്. നേരെ മറിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, കൂടെ നടന്ന് ഒപ്പം ഒരു ജമാഅത്തിൽ നടന്ന് മുമ്പിലിരുന്ന് ദീന് കേട്ടും ഒന്നിച്ച് ജീവിച്ചും പറയുന്ന ആളുകൾ ജിന്നിനെ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോ ഖുർആനിലെ ഒരു ആയത്ത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താ? റബ്ബി ലൗല അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. റബ്ബേ, കുറച്ചും കൂടി എന്നെ കൊണ്ട് പിന്നോട്ട് ഹയാത്തിലേക്ക് കൊണ്ടോ, ഫഅസദ്ദഖ, ഞാൻ നല്ല കാര്യങ്ങൾ, ധർമ്മപരമായ കാര്യങ്ങൾ ചെയ്തുകൊള്ളാം, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നന്നായിക്കോളാന്ന് പറയുന്നൊരു ദിവസം എല്ലാവർക്കും വരും. നമ്മളൊരു തെറ്റ്, ഇപ്പൊ ഇവിടെ ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും, ഏർവാടി, അജ്മീർ, അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിവിടെ നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ചൂഷകന്മാരാണുള്ളത്. ചൂഷണം നടക്കുന്നുണ്ട്. ആ ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ നമ്മൾ രക്ഷിക്കണം. അതിനാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് ഞാനും അൻസാരി ഇവിടെ പ്രസംഗിച്ചല്ലോ. എന്താ പറഞ്ഞത്? ആരെയാണ് ആക്ഷേപിച്ചത്? ഇവിടെ കുറെ പയ്യന്മാര് വന്നിട്ട് കുറെ ആളുകളെ പേരെടുത്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ. ആര് തെറ്റിദ്ധരിപ്പിച്ചാലും ഞങ്ങൾ അറിയുന്ന ആളുകളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കൂല, ഞങ്ങൾക്കറിയാം, അവരും തെറ്റിദ്ധരിക്കൂല. പക്ഷെ എന്താണ് പിന്നെ ദീൻ എന്ന് പറഞ്ഞാൽ തെറ്റ് എവിടെ ഉണ്ടോ അപ്പം പറയണം. എന്താണ് തെറ്റ്? അതാണ് ഇവിടെ അജ്മീർ, നാഗൂർ, മാലകൾ, അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് തെറ്റുകൾ, ചൂഷണങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു. ആ ചൂഷണങ്ങൾ തൗഹീദിനെതിരാണ്, സുന്നത്തുകൾക്കെതിരാണ്. ആ എതിരായ കാര്യങ്ങൾ പറയും. അത് പറയണല്ലോ, നല്ല രക്ഷപ്പെടുള്ളൂ. നമ്മളൊക്കെ അതിന്റെ ആളാണ്. ഞാനൊക്കെ മൗലൂദ് ഓതിയിരുന്ന ആളാണ്. ഒരുപാട് കാലം മൗലൂദ് ഓതിയിരുന്ന ആളാണ്. ഇത് പഠിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിൽ മാറിയത്. ഒരു അംശമില്ല, അതിൽ മാറിയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ജനങ്ങൾ മാറണ്ടേ? തൗഹീദിൽ ഒരു പാർട്ടിയിലേക്ക് വരിക എന്നുള്ളതല്ല. ഒരു പാർട്ടിയിലേക്കല്ല ക്ഷണിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് നേതാക്കളെ, ഈ ആരാനെ ശിർക്ക് ആരോപിക്കുന്നതിനേക്കാളും നല്ലത് അവനവന്റെ ഇബാദത്തുമായിട്ട് മരിച്ചു പോകണമെന്നുള്ളൊരു ചിന്തയോടുകൂടി നടക്കല്. എത്ര കാലം, കുറെ കാലം ഇതിനുവേണ്ടി പ്രവർത്തിച്ച്, ഇതിനുവേണ്ടി ത്യാഗം ചെയ്ത് പണം ചെലവാക്കി നടന്നിട്ട് അവസാനം ഒരു തരത്തിലുള്ള എന്തോ ലാഭങ്ങളോ നേട്ടങ്ങളോ വൈകാരിക കാര്യത്തിനോ വേണ്ടി ഈ തരത്തിലുള്ള ആളുകളെ ഇറക്കിവിട്ട്
ഈ ഒരു നല്ലൊരു പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, ഒരു നൂറ്റാണ്ട് കാലമായി പരിചയപ്പെട്ട ഒരു ആദർശ പ്രസ്ഥാനം. ഈ ആദർശ പ്രസ്ഥാനം ഏത് കയ്യിലാണ് എത്തിയത് നിങ്ങൾക്കറിയാം. അതും ഇവിടുന്ന് പ്രോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സൂറത്ത് ആൽ ഇംറാനിൽ ഒരു പ്രാർത്ഥന, റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. ഞങ്ങളുടെ നാഥ, ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ ഞങ്ങൾ കേട്ടു. ഞാൻ ദീപുവാക്കാനെ പറ്റി പറഞ്ഞത് എന്നും മൂപ്പര് പറയാറുണ്ടത്. മൂപ്പര് പറയും അല്ലാഹുമ്മ, ഞാൻ അങ്ങനെ ഈ ക്ലബും പാട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കിയെന്നു. പക്ഷെ എന്തോ തരത്തിൽ എനിക്ക് ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാന് അതൊക്കെ ഒഴിവാക്കിയിട്ട് ദീനീ രംഗത്തേക്ക് വന്നു. അതാ റബ്ബന ഇന്നനാ സമിഅനാ, എപ്പോഴും മൂപ്പര് ഓരിത്തരുന്ന ഒരു ആയത്താണ്. ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. നമ്മളൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഈമാനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു വിളിയാളം ഞാൻ കേട്ടു റബ്ബേ, ആമന്ന. അപ്പൊ ഞങ്ങളത് വിശ്വസിച്ചത് ശരി തന്നെയാണോ? അത് ശരിയെന്നാണോ? ഈ തൗഹീദ് പറയുന്നത് ശരിയെന്ന് തന്നെയാണോ എന്ന് ഞങ്ങൾ കേട്ട് വിശ്വസിച്ചു. ആ വിശ്വസിച്ചു. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന, പടച്ചോനെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വന്ന ഉള്ള പാപങ്ങൾ നീ പുറത്തു തരണമേ. ഒരു വിശ്വാസി ചെയ്യേണ്ട ഒരു രീതി അതാണ്. പടച്ചോനെ പുറത്തു തരണമേ, ഞങ്ങളുടെ അബദ്ധങ്ങൾ വഖഫിർ അന്നാ സയ്യിആതിന, ഞങ്ങളിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണമേ, കേച്ചുമായിച്ചു കളയണമേ. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാളന്മാരോടുകൂടി മരിപ്പിക്കണമേ. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാ പറയുന്നത്. ഈ മരണത്തിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തി അതിന്റെ അടുത്തേക്ക് ആയുസ് ഇങ്ങനെ കൂടി മൂത്ത് മുരടിക്കും തോറും ഈ തരത്തിലുള്ള ചെറുക്കാരോപണത്തിന് വേണ്ടി വളം വെച്ചു കൊടുക്കുകയും ആളുകളെ കൊണ്ടുവന്ന് ഈ തരത്തിൽ ആളുകളെ ദൂഷ്യമാക്കുകയും ചെയ്യുന്നതിനേക്കാളും നല്ലത് സമൂഹത്തിൽ മദ്യപാനമുണ്ട്. സമൂഹത്തിൽ തൗഹീദ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, തൗഹീദിന്റെ ഈ സത്യസന്ദേശം പറയാൻ മടിയുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങളും അബദ്ധങ്ങളും, പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അബദ്ധം എത്രയാണ്. ആ തരം കാര്യങ്ങളെങ്കിലും കയറി നിന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ തിരയലല്ലേ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സഹോദരന്മാർ, ഈ തരത്തിലുള്ള തർക്കങ്ങളും ബഹളങ്ങളുമല്ല. മനുഷ്യന്റെ കാര്യം അത് വളരെ വളരെ ക്രിട്ടിക്കലായി ഏത് സമയത്തും തിരിച്ചു പോകാവുന്ന ഒരു സന്ദർഭത്തിൽ പടച്ചോനെ ഓനെപ്പറ്റി അത് പറഞ്ഞ് മറ്റോനെ കൊണ്ട് ഇത് പറയിപ്പിച്ച് മറ്റോടത്ത് ചെയ്താകുമെന്ന് പറഞ്ഞ് ബേജാറാക്കിയിട്ട് അവസാനം ജീവിതം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാതിരിക്കാൻ ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുമ്മ അയിന്, പാർട്ടിയല്ല സംഘടനയല്ല, പാർട്ടിയും സംഘടനയൊക്കെ വേണം, നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതൊരു ഭൗതിക ദുന്യാവിന് വേണ്ടിയാവരുത്, ആഖിറത്തിന് വേണ്ടിയാണ് പാർട്ടി. ഈ തരത്തിലുള്ള വേണ്ടാത്തരങ്ങളും ഈ തരത്തിലുള്ള കുതൂഹലങ്ങളും വന്നപ്പോഴാണ് നമുക്ക് ആ പാർട്ടി സംഘടനയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ദീനീ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമേ. റബ്ബനാ വതവഫനാ മഅൽ അബ്റാർ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ തരത്തിലേക്ക് പോവുകയും ചെയ്യലാണ് നല്ലത് എന്ന് എന്നോടും എന്റെ പിന്നിലിരിക്കുന്ന സുഹൃത്തുക്കളോടും നിങ്ങളോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവനോടും ഇനി ഇത് കേൾക്കാനുള്ളവരോടും ഉപദേശിക്കുന്നു. അല്ലാഹു തആല സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.